നമുക്കിനി അടുത്തതായി പറയേണ്ടത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓഫ് കണ്ടക്ടേഴ്സ്. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിൽ ഒന്നാമത്തെ പോയിൻ്റ്, ഇൻസൈഡ് എ കണ്ടക്ടർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഈസ് സീറോ. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിനെക്കുറിച്ച് കൺസിഡർ ചെയ്യുമ്പോൾ ആ വസ്തുവിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ചാർജും കണ്ടക്ടറിൻ്റെ സർഫസിൽ മാത്രമായിരിക്കും. ഉൾഭാഗത്ത് ഏത് പോയിൻ്റ് എടുത്താലും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ക്യാപിറ്റൽ ഇ സീറോ ആയിരിക്കും. രണ്ടാമത്തെ പോയിൻ്റ്, അറ്റ് ദി സർഫസ് ഓഫ് എ ചാർജ്ഡ് കണ്ടക്ടർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് മസ്റ്റ് ബി നോർമൽ ടു ദി സർഫസ് അറ്റ് എവരി പോയിൻറ്റ്. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമുക്കറിയാം ചാർജുകൾ എന്ത് ചെയ്യുന്നില്ല, ചലിക്കുന്നില്ല. ഇപ്പോൾ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ കണ്ടക്ടറിൻ്റെ സർഫസിൽ ലൈൻ ഓഫ് ഫോഴ്സ് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഒരു പക്ഷേ ലൈൻ ഓഫ് ഫോഴ്സ് കണ്ടക്ടറിൻ്റെ സർഫസിൽ ഒരല്പം ചരിഞ്ഞാണ് പോകുന്നതെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന് ഒരു കമ്പോണൻ്റ് കാണും. അത് ഏത് വഴിയായിരിക്കും? നമ്മുടെ കണ്ടക്ടറിൻ്റെ സർഫസ് വഴി ഇലക്ട്രിക് ഫീൽഡിന് ഒരു കമ്പോണൻ്റ് കാണും. അതിൻ്റെ അർത്ഥം കണ്ടക്ടറിൻ്റെ സർഫസിലുള്ള ചാർജുകൾ ഈ പറഞ്ഞ ഇലക്ട്രിക് ഫീൽഡിൻ്റെ കമ്പോണൻറ്റിനനുസരിച്ച് മൂവ് ചെയ്യും. പക്ഷേ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ചാർജുകൾ എന്ത് ചെയ്യരുത്? മൂവ് ചെയ്യരുത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ലൈൻ ഓഫ് ഫോഴ്സ് ചാർജ്ഡ് കണ്ടക്ടറിൻ്റെ സർഫസിന് നോർമലല്ല, ഒരല്പം ചരിഞ്ഞാണ് പോകുന്നതെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒരു കമ്പോണൻറ്റ് നമ്മുടെ കണ്ടക്ടറിൻ്റെ സർഫസ് വഴി കാണും. അങ്ങനെയാണെങ്കിൽ സർഫസിലിരിക്കുന്ന ചാർജുകൾ ഇപ്പോൾ പറഞ്ഞ ഇലക്ട്രിക് ഫീൽഡിൻ്റെ കമ്പോണൻറ്റിനനുസരിച്ച് മൂവ് ചെയ്യും. അത് ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ കണ്ടീഷൻ അല്ല. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ചാർജ് മൂവ് ചെയ്യത്തില്ല. അങ്ങനെ സംഭവിക്കണമെങ്കിൽ നമ്മുടെ ലൈൻ ഓഫ് ഫോഴ്സ് എപ്പോഴും നമ്മുടെ ചാർജ്ഡ് കണ്ടക്ടറിൻ്റെ സർഫസിന് നോർമൽ ആയിരിക്കണം. അടുത്ത പറയുന്നു, ദ ഇൻറ്റീരിയർ ഓഫ് എ കണ്ടക്ടർ ക്യാൻ ഹാവ് നോ എക്സസ് ചാർജ് ഇൻ സ്റ്റാറ്റിക് സിറ്റുവേഷൻ. അതായത് സ്റ്റാറ്റിക് സിറ്റുവേഷനിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ ചാർജും സർഫസിലായിരിക്കണം ക്രമീകരിക്കപ്പെടേണ്ടത്. ദ ഇൻറ്റീരിയർ ഓഫ് എ കണ്ടക്ടർ ക്യാൻ ഹാവ് നോ എക്സസ് ചാർജ് ഇൻ സ്റ്റാറ്റിക് സിറ്റുവേഷൻ. അടുത്ത പ്രോപ്പർട്ടി വരുന്നത്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഈസ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദി വോളിയം ഓഫ് കണ്ടക്ടർ ആൻഡ് ഹാസ് സെയിം വാല്യൂ ആസ് ഓൺ ഇറ്റ് സർഫസ്. അതായത് നമ്മുടെ ചാർജ്ഡ് കണ്ടക്ടറിൻ്റെ ഉൾഭാഗത്ത് ഏത് പോയിൻ്റ് എടുത്താലും പൊട്ടൻഷ്യൽ സർഫസിലുള്ള അതേ വാല്യൂ തന്നെ ആയിരിക്കും. പൊട്ടൻഷ്യൽ ഈസ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അടുത്ത പ്രോപ്പർട്ടി പറയുന്നത്, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദി സർഫസ് ഓഫ് എ ചാർജ്ഡ് കണ്ടക്ടർ ഈ സമം സിഗ്മ ബൈ എപ്സിലോൺ സീറോ. ഒരു ചാർജ്ഡ് കണ്ടക്ടറിൻ്റെ സർഫസിൽ ഏത് പോയിൻ്റ് എടുത്താലും അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ സിഗ്മ ബൈ എപ്സിലോൺ സീറോ ആയിരിക്കും. നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഈ വരച്ചിരിക്കുന്നത് ഒരു ചാർജ്ഡ് കണ്ടക്ടറാണ്. ആ ചാർജ്ഡ് കണ്ടക്ടറിൽ നമ്മൾ പോസിറ്റീവ് ചാർജാണ് കൊടുത്തിരിക്കുന്നത്. പോസിറ്റീവ് ചാർജ് അതിൻ്റെ സർഫസിൽ മാത്രമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സർഫസിന് പെർപെൻഡിക്കുലറായി വരുന്ന രീതിയിൽ ഞാനൊരു സിലിണ്ടറിക്കൽ ഗോഷ്യൻ സർഫസ് അസ്യൂം ചെയ്തിട്ടുണ്ട്. ഈ സിലിണ്ടറിക്കൽ ഗോഷ്യൻ സർഫസിൻ്റെ കുറച്ച് ഭാഗം കണ്ടക്ടറിൻ്റെ ഉള്ളിലാണ്, ബാക്കി ഭാഗം മുകളിലാണ്. നമ്മൾ ഈ സിലിണ്ടറിക്കൽ ഗോഷ്യൻ സർഫസ് ഡിസ്കസ് ചെയ്തതാണ്. നമുക്കറിയാം ഈ കണ്ടക്ടറിൻ്റെ ഈ ഒരു സർഫസിൽ നിന്നും ലൈൻ ഓഫ് ഫോഴ്സ് എപ്പോഴും പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ നോർമലായി മാത്രമേ സഞ്ചരിക്കാവൂ. അപ്പോൾ ഇവിടെ ഈ സിലിണ്ടറിക്കൽ ഗോഷ്യൻ സർഫസിൻ്റെ മുകളിലുള്ള ഡി എസ് എന്നുള്ള ഫേസിൽ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും ഈ ഡി എസ് എന്നതിൻ്റെ അതേ ദിശയിലാണ്. അതായത് ഈ മുകളിൽ ഇയും ഡി എസും, ഈ ആരാണ് ഇവിടെ നിന്ന് പോകുന്ന ലൈൻ ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഡി എസ് എന്ന് പറയുന്നത് ഈ മുകളിലുള്ള ഫ്ലാറ്റ് സർഫസിൻ്റെ ഏരിയയുടെ ദിശ. അപ്പോൾ ഇവിടെ ഗോഷ്യൻ സർഫസിൻ്റെ കേസിൽ ഈ മുകൾ ഭാഗത്ത് ഇയും ഡി എസും ഒരേ ദിശയിലാണ്. കർവ്ഡ് സർഫസിലൊന്നും പോകത്തില്ല എന്നുള്ള കാര്യം നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തതാണ്. ഉള്ളിലെ കാര്യം എടുത്താൽ അവിടെ ഈ സീറോയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സിലിണ്ടറിക്കൽ ഗോഷ്യൻ സർഫസിൻ്റെ കുറച്ച് ഭാഗം അകത്താണ്. അകത്തുള്ള ഇവിടുത്തെ ഈ ഫ്ലാറ്റ് സർഫസ് വഴി നമ്മൾ ഫ്ലക്സിനെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല, കാരണം കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ഈ സീറോയാണ്. ഈ കർവ്ഡ് സർഫസ് വഴി യാതൊരു ഫ്ലക്സും കടന്നു പോകത്തില്ല എന്നറിയാം. നമുക്കിവിടെ ആകെ സംസാരിക്കേണ്ടത് മുകളിലുള്ള ഫ്ലാറ്റ് സർഫസ് മാത്രമാണ്. ഈ മുകളിലുള്ള ഫ്ലാറ്റ് സർഫസിൽ പറഞ്ഞു ഈ എങ്ങോട്ടാണോ അങ്ങോട്ട് തന്നെയാണ് ഡി എസ്. അപ്പോൾ നമ്മൾ എഴുതുന്നു ഫൈ എന്ന് വെച്ചാൽ ഫ്ലക്സ് എന്ന് വെച്ചാൽ എന്താണ്? രണ്ടുപേരും ഒരേ ദിശയിലായതുകൊണ്ട് ഇ ഡി എസ് കോസ് തീറ്റ. ഇവിടെ തീറ്റ സീറോയാണ്, അപ്പോൾ ഇ ഡി എസ് കോസ് സീറോ, കോസ് 1 ആണ്. അപ്പോൾ കിട്ടും ഇ ഡി എസ്. ഇനി ഈ പറഞ്ഞ ഗോഷ്യൻ സർഫസിൻ്റെ ഉള്ളിലുള്ള ചാർജാണ്. ഇവിടെ കണ്ടക്ടറിൻ്റെ സർഫസ് മാത്രമേ ചാർജുള്ളൂ എങ്കിൽ യൂണിറ്റ് ഏരിയയിലുള്ള ചാർജ് സിഗ്മയാണ്.
ഈ സിലിണ്ടറിൻ്റെ ഫ്ലാറ്റ് സർഫസ് ഡി എസ് ആണെങ്കിൽ ഈ ഡി എസ് ഫ്ലാറ്റ് സർഫസ് ഉള്ള സിലിണ്ടറിൽ ഉൾക്കൊള്ളുന്ന ഈ കണ്ടക്ടറിൻ്റെ ഏരിയ എന്ന് പറയുന്നതും ഡി എസ് ആയിരിക്കും. യൂണിറ്റ് ഏരിയയിലെ ചാർജ് സിഗ്മയാണെങ്കിൽ ഇവിടെയുള്ള ഡി എസ് ഏരിയയിലെ ചാർജ് എത്ര വരും? സിഗ്മ ഇൻറ്റു ഡി എസ്. അപ്പോൾ ഗോഷ്യൻ സർഫസിൻ്റെ അകത്തെ ചാർജ് Q ഈസ് ഈക്വൽ ടു സിഗ്മ ഡി എസ്. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ ഗോസസ് തിയറത്തിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഫൈ ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു Q മുകളിലാണ്. അപ്പോൾ ഫൈക്ക് പകരം ഈ ഡി എസ് കൊടുത്തു, ദെൻ ക്യൂവിന് പകരം സിഗ്മ ഡി എസ് കൊടുത്തു. ഡി എസ് വെട്ടിപ്പോയി, ബാക്കി നമുക്ക് കിട്ടും E ഈസ് ഈക്വൽ ടു സിഗ്മ/ε0. അപ്പോൾ ഒരു ചാർജ്ഡ് കണ്ടക്ടർ ഉണ്ടെങ്കിൽ അതിൻ്റെ സർഫസിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആലോചിക്കുക, സിഗ്മ/ε0 ആണ്. ഇനി നമുക്ക് പറയേണ്ടത് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് ആണ്. ഇവിടെ ഒരു കണ്ടക്ടർ വരച്ചിട്ടുണ്ട്. കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ഒരു ക്യാവിറ്റി, ഈ വരച്ചിരിക്കുന്ന ക്യാവിറ്റിയാണ്. ഇത് നമ്മുടെ കണ്ടക്ടറാണ്. ഈ കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ഒരു ക്യാവിറ്റി ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു കണ്ടക്ടറിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ കേസിൽ ഒരു കണ്ടക്ടറിന് ചാർജ് കൊടുത്താൽ ചാർജ് എപ്പോഴും ക്രമീകരിക്കപ്പെടുന്നത് കണ്ടക്ടറിൻ്റെ സർഫസിലാണ്. ഈ ക്യാവിറ്റിക്കുള്ളിൽ ചാർജ് ഇല്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ കണ്ടക്ടറിൽ കൊടുത്ത ചാർജ് നമ്മുടെ കണ്ടക്ടറിൻ്റെ സർഫസിൽ മാത്രമേ ക്രമീകരിക്കപ്പെടൂ. അങ്ങനെയെങ്കിൽ ഈ ചാർജ്ഡ് കണ്ടക്ടറിൻ്റെ ഉൾഭാഗത്തുള്ള ക്യാവിറ്റിയിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി 0 ആയിരിക്കും. ഈ പ്രതിഭാസത്തെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് വാനിഷിംഗ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ ക്യാവിറ്റി ഓഫ് എ കണ്ടക്ടർ ഈസ് കോൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. ഒരു ചാർജ്ഡ് കണ്ടക്ടറിൻ്റെ ഉൾഭാഗത്തുള്ളൊരു ക്യാവിറ്റിയിൽ ഈ 0 ആകുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഡിവൈസിനെ ഇലക്ട്രിക് ഫീൽഡ് അഫക്റ്റ് ചെയ്യാതെ സൂക്ഷിക്കണമെങ്കിൽ ഈ പറഞ്ഞ ക്യാവിറ്റിക്കുള്ളിൽ അത്തരം ഡിവൈസിനെ സൂക്ഷിച്ചാൽ മതിയാകും. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ഡിവൈസിനെ ഇലക്ട്രിക് ഫീൽഡ് അഫക്റ്റ് ചെയ്യാതെ സൂക്ഷിക്കണമെങ്കിൽ ഈ സംവിധാനം നമുക്ക് ഉപയോഗിക്കാം. നമ്മളിതിനെ വിളിക്കുന്ന പേര് ഫാരഡേ കേജ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ഉൾഭാഗത്ത് ഈ 0 ദാറ്റ് ഈസ് ഈ സർഫസുള്ള ചാർജ് എന്ത് തന്നെയായാലും അല്ലെങ്കിൽ വെളിയിലുള്ള ഫീൽഡ് എന്ത് തന്നെയായാലും ഈ ഉൾഭാഗത്ത് ഒരു കാരണവശാലും അതിൻ്റെ സ്വാധീനം വരത്തില്ല. നമുക്കിനി പറയേണ്ടത് ഡൈഇലക്ട്രിക്സ് ആണ്. ഡൈഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയലാണ് വിച്ച് ട്രാൻസ്മിറ്റ്സ് ഇലക്ട്രിക് എഫക്ട്സ് വിത്തൗട്ട് കണ്ടക്റ്റിംഗ്. ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അതിൽ ഫ്രീ ഇലക്ട്രോണുകളില്ല, അതുകൊണ്ട് തന്നെ അവിടെ കണ്ടക്ഷൻ കാണത്തില്ല. ഫ്രീ ഇലക്ട്രോണിൻ്റെ മൂവ്മെൻ്റ് ഇല്ലാതെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എഫക്റ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നയാളാണ് ഡൈഇലക്ട്രിക്. ഈ ഡൈഇലക്ട്രിക് 2 തരത്തിലുണ്ട്. അതിൽ ഒന്നാമത്തെ തരം എന്ന് പറഞ്ഞാൽ നോൺ പോളാർ ഡൈഇലക്ട്രിക്കാണ്. നമുക്ക് ഏതൊരു ആറ്റം എടുത്താലും അതിനകത്ത് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളും ഉണ്ടെന്നറിയാം. ഈ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളുടെ സെൻറ്റർ ഓഫ് മാസിനെ വിളിക്കുന്ന പേരാണ് പോസിറ്റീവ് ചാർജ് സെൻറ്റർ. ഇലക്ട്രോണുകളുടെ സെൻറ്റർ ഓഫ് മാസിനെ വിളിക്കുന്ന പേരാണ് നെഗറ്റീവ് ചാർജ് സെൻറ്റർ. ഈ നോൺ പോളാർ ഡൈഇലക്ട്രിക് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോസിറ്റീവ് ചാർജ് സെൻറ്ററും നെഗറ്റീവ് ചാർജ് സെൻറ്ററും കോയിൻസൈഡ് ചെയ്യും. ദാറ്റ് ഈസ് ദ ഡൈഇലക്ട്രിക് ഇൻ വിച്ച് പോസിറ്റീവ് ചാർജ് സെൻറ്റർ ആൻഡ് നെഗറ്റീവ് ചാർജ് സെൻറ്റർ കോയിൻസൈഡ് ആർ കാൾഡ് നോൺ പോളാർ ഡൈഇലക്ട്രിക്സ്. ഇവിടെ ഒരു നോൺ പോളാർ ഡൈഇലക്ട്രിക്കിൻ്റെ സ്ലാബ് വരച്ചിട്ടുണ്ട്. ഇവിടെ ഒരു 5 സർക്കിളുകൾ വരച്ചിട്ടുണ്ട്. ഈ പടത്തിലറിയാം ഓവൽ ഷേപ്പാണ്, ഇവിടെ സർക്കിളുകളാണ് വരച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണം ഇവിടെ നോക്കിയാൽ അറിയാം ഒരു പ്ലസ്സും മൈനസും. എനിക്ക് ഈ പ്ലസ്സും മൈനസും ഒരല്പം ദൂരെയാണ് വരച്ചിരിക്കുന്നത്. എങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഓരോന്നിലും പോസിറ്റീവ് ചാർജ് സെൻറ്ററും നെഗറ്റീവ് ചാർജ് സെൻറ്ററും കോയിൻസൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ 5 ആറ്റത്തിലും പോസിറ്റീവ് ചാർജ് സെൻറ്ററും നെഗറ്റീവ് ചാർജ് സെൻറ്ററും കോയിൻസൈഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ പോസിറ്റീവ് ചാർജ് സെൻറ്റർ ഒരു സ്ഥലത്തും നെഗറ്റീവ് ചാർജ് സെൻറ്റർ മറ്റൊരു സ്ഥലത്തും അല്ലെങ്കിൽ ഒരല്പം അകലത്തിൽ ആണെങ്കിൽ മാത്രമേ അത് ഡൈപോൾ എന്ന് വിളിക്കാൻ പറ്റൂ. എന്നാൽ ഇവിടെ പോസിറ്റീവ് ചാർജ് സെൻറ്ററും നെഗറ്റീവ് ചാർജ് സെൻറ്ററും കോയിൻസൈഡ് ചെയ്തിരിക്കുന്ന കാരണത്താൽ ഇത് ഡൈപോൾ അല്ല. അതുകൊണ്ട് തന്നെ ഈ ആൾക്ക് സ്ഥിരമായ ഒരു ഡൈപോൾ മൊമെൻറ്റും ഇല്ല. എഴുതിയിട്ടുണ്ട്. ഈ നോൺ പോളാറിൻ്റെ എക്സാമ്പിൾ H2, CO2, ഓക്സിജൻ, ബെൻസീൻ എന്നിവയാണ്. ഈച്ച് മോളിക്യൂൾ ഹാസ് 0 ഡൈപോൾ മൊമെൻറ്റ് ഇൻ നോർമൽ സ്റ്റേറ്റ്. കാരണം 0 ഡൈപോൾ മൊമെൻറ്റ് വന്നതിൻ്റെ കാരണം ഇത് ഓരോന്നിൻ്റെയും ചാർജ് സെൻറ്ററുകൾ 2 പേരും കോയിൻസൈഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത് ഡൈപോൾ അല്ല, അതുകൊണ്ട് തന്നെ ഡൈപോൾ മൊമെൻറ്റും 0 എന്നാൽ ഇതേ സ്ലാബിനെ ഞാനൊരു എക്സ്റ്റേണൽ ഫീൽഡ് E0 എന്നുള്ള എക്സ്റ്റേണൽ ഫീൽഡിൽ കൊണ്ടുവച്ചു. അപ്പോൾ E0യുടെ ഡയറക്ഷൻ വരച്ചിട്ടുണ്ട്, ഇവിടെ നിന്നും ഇങ്ങോട്ടാണ് വരച്ചിരിക്കുന്നത്.
ദാറ്റ് മീൻസ് ലൈൻ ഓഫ് ഫോഴ്സ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്ന് പറഞ്ഞാലർത്ഥം ഇവിടെ പോസിറ്റീവാണ്, ഇവിടെ നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെയുള്ള പോസിറ്റീവിൻ്റെ സാമീപ്യം കാരണം ഈ ഓരോ ആറ്റത്തിലെയും നെഗറ്റീവ് ചാർജ് സെൻറ്ററുകൾ ശ്രദ്ധിച്ചാലറിയാം അത് ഇടത്തോട്ട് ഡിസ്പ്ലേസ് ചെയ്തു. കണ്ടല്ലോ, ഇവിടെ നെഗറ്റീവ് ഇടത്ത്, എല്ലാ നെഗറ്റീവുകളും ഇടതുവശത്തോട്ട് ഡിസ്പ്ലേസ് ചെയ്തു. ഇവിടെയുള്ള നെഗറ്റീവിൻ്റെ സാമീപ്യം കാരണം എല്ലാ പോസിറ്റീവും വലത്തോട്ട് ഡിസ്പ്ലേസ് ചെയ്തു. അപ്പോൾ ഒരിക്കൽ കൂടി, ഇവിടെയുള്ള പോസിറ്റീവ് ഫീൽഡിൻ്റെ എഫക്റ്റ് കാരണം ഇതിലുള്ള ഓരോ നെഗറ്റീവ് ചാർജ് സെൻറ്ററും ഇടത്തോട്ട് ഡിസ്പ്ലേസ് ചെയ്തു. ഇവിടെയുള്ള നെഗറ്റീവിൻ്റെ സാമീപ്യം കാരണം ഇതിലുള്ള പോസിറ്റീവ് ചാർജ് സെൻറ്ററുകളെല്ലാം വലത്തോട്ട് ഡിസ്പ്ലേസ് ചെയ്തു. ഇവിടെ ഈ പടത്തിൽ നിന്നുള്ള വ്യത്യാസം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ 2 ചാർജ് സെൻറ്ററും സെപ്പറേറ്റഡ് ആയി. അതിൻ്റെ അർത്ഥം ഓരോരുത്തരും ഡൈപോളായിട്ട് മാറി. അതിൻ്റെ അർത്ഥം ഓരോരുത്തർക്കും എന്ത് കാണും? ഡൈപോൾ മൊമെൻറ്റ് കാണും. അപ്പോൾ ഒരു എക്സ്റ്റേണൽ ഫീൽഡിൽ മാത്രം അത് ഡൈപോളായി മാറി ഡൈപോൾ മൊമെൻറ്റും കാണിക്കുന്നു. ഇതാണ് നോൺ പോളാർ ഡൈഇലക്ട്രിക്. ഇനി പറയേണ്ടത് പോളാർ ഡൈഇലക്ട്രിക്കാണ്. അപ്പം നേരത്തെ നമുക്കറിയാം സർക്കിളുകൾ കൊണ്ടാണ് നമ്മൾ നോൺ പോളാർ ഡൈഇലക്ട്രിക്കിനെ സൂചിപ്പിച്ചത്. എന്നാൽ ഈ പടത്തിൽ നോക്കുക, ഇത് ഒരു പോളാർ ഡൈഇലക്ട്രിക്കാണ്. അതായത് ഇതിൽ സാധാരണഗതിയിൽ തന്നെ പോസിറ്റീവ് ചാർജ് സെൻറ്ററും നെഗറ്റീവ് ചാർജ് സെൻറ്ററും സെപ്പറേറ്റഡ് ആണ്. ഒരിക്കലും അത് കോയിൻസൈഡ് ചെയ്യുന്നില്ല. ഈ പടം ശ്രദ്ധിച്ചാലറിയാം, ഇത് ഒന്നാമത്തെ ആറ്റം, അതിൻ്റെ നെഗറ്റീവ് ചാർജ് സെൻറ്റർ, പോസിറ്റീവ് ചാർജ് സെൻറ്റർ സെപ്പറേറ്റഡ് ആണ്. അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞ ആറ്റത്തിന്, അല്ലെങ്കിൽ ഈ ഒരു ആറ്റം ഒരു ഡൈപോളാണ്, ഈ ഒരു ആറ്റത്തിന് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ട്. ഓരോ ആറ്റം പരിശോധിച്ചാലും അറിയാം, എല്ലാത്തിലും പോസിറ്റീവ് ചാർജ് സെൻറ്ററും നെഗറ്റീവ് ചാർജ് സെൻറ്ററും സെപ്പറേറ്റഡ് ആണ്. അതുകൊണ്ട് ഓരോ ആറ്റത്തിനും സ്ഥിരമായി ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്. ഓരോരുത്തർക്കും, അല്ലെങ്കിൽ ഓരോ ആറ്റവും ഡൈപോളാണ്. ഓരോ ആറ്റത്തിനും സ്വന്തമായി ഡൈപോൾ മൊമെൻറ്റ് ഉണ്ട്. അപ്പോൾ എഴുതിയിട്ടുണ്ട്, ഇൻ ദിസ് പോസിറ്റീവ് ചാർജ് സെൻറ്റർ ആൻഡ് നെഗറ്റീവ് ചാർജ് സെൻറ്റർ ഡു നോട്ട് കോയിൻസൈഡ്. ഹിയർ ഈച്ച് മോളിക്യൂൾ ഹാസ് പെർമനൻറ്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. എക്സാമ്പിൾ HCl H2O. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓരോ ആറ്റവും ഡൈപോളാണ്. ഓരോരുത്തർക്കും സ്വന്തമായി ഡൈപോൾ മൊമെൻ്റ് ഉണ്ടെങ്കിലും ഈ സ്ലാബ് മുഴുവനുമായി പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ സ്ലാബിന് ഒരു നെറ്റ് ഡൈപോൾ മൊമെൻ്റ് ഇല്ല. കാരണം ഇതിൻ്റെ അലൈൻമെൻറ്റ് നോക്കി, ഈ നെഗറ്റീവ് വരുന്ന സ്ഥലത്ത് ഇതിൻ്റെ പോസിറ്റീവാണ്, ഈ നെഗറ്റീവ് വരുന്ന സ്ഥലത്ത് അടുത്തതിൻ്റെ പോസിറ്റീവാണ്, ഈ നെഗറ്റീവും ഈ പോസിറ്റീവും ചേർന്നിരിക്കുന്നു, ഈ പോസിറ്റീവും ഈ നെഗറ്റീവും ചേർന്നിരിക്കുന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഡൈപോൾ മൊമെൻറ്റ് സ്വന്തമായി ഉണ്ടെങ്കിലും നെറ്റ് എഫക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ സ്ലാബിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് 0 എന്നാൽ ഈ പറഞ്ഞ പോളാർ ഡൈഇലക്ട്രിക്കിനെ നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്സ്റ്റേണൽ ഫീൽഡ് E0 കൊണ്ടുവയ്ക്കുന്നു. E0 എന്നതിൻ്റെ ദിശ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. ദാറ്റ് ഈസ് ഇവിടെ പോസിറ്റീവ് ഫീൽഡാണ്, ഇവിടെ നെഗറ്റീവ് ഫീൽഡാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ഓരോരുത്തരും ഡൈപോൾ ആണെങ്കിലും അതിന് കൃത്യമായ ഒരു അലൈൻമെൻ്റ് ഇല്ല. ഇവിടെ ഒരു എക്സ്റ്റേണൽ ഫീൽഡ് കൊടുക്കുമ്പോൾ ഇവിടെയുള്ള പോസിറ്റീവിൻ്റെ എഫക്റ്റ് കാരണം ഈ ഓരോ ഡൈപോളിലും ടോർക്ക് ആക്ട് ചെയ്യും. ആ ഓരോ ഡൈപോളും എന്ത് ചെയ്യും? നമുക്കറിയാം, ഒരു എക്സ്റ്റേണൽ ഫീൽഡിൽ ഡൈപോൾ കൊണ്ടുവച്ചാൽ ടോർക്ക് ആക്ട് ചെയ്ത് അത് ഫീൽഡിന് പാരലലാകുന്നത് വരെ കറങ്ങി ഫീൽഡിന് പാരലലാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തോന്നിയ ദിശയിൽ നിന്ന് ഓരോ ഡൈപോളും ഈ ഫീൽഡിനനുസരിച്ച്, അല്ലെങ്കിൽ ഫീൽഡ് കാരണം അതിൽ ടോർക്ക് ആക്ട് ചെയ്യും. അത് ഓരോരുത്തരും റൊട്ടേറ്റ് ചെയ്ത് എങ്ങനെയാണോ യുടെ അതേ ദിശയിൽ അലൈൻ ചെയ്തു. ദാറ്റ് ഈസ് ഈ സ്ലാബിൻ്റെ ഈ അറ്റം മുഴുവനും നെഗറ്റീവായി, ഈ സ്ലാബിൻ്റെ ഈ അറ്റം മുഴുവനും പോസിറ്റീവായി. ഇടയ്ക്ക് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ്, അതിൻ്റെ എഫക്റ്റ് നമുക്ക് 0 എന്ന് പറയാം. ദാറ്റ് മീൻസ് ഈ സ്ലാബിൻ്റെ ഒരു സൈഡ് കംപ്ലീറ്റ് നെഗറ്റീവ് കിട്ടി, ഒരു സൈഡ് കംപ്ലീറ്റ് പോസിറ്റീവ് കിട്ടി. നമുക്കിനി പറയേണ്ടത് പോളറൈസേഷനാണ്. അത് P എന്നുള്ള അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇപ്പോൾ നേരത്തെയുള്ള 2 എക്സാമ്പിളിൽ നമ്മൾ നോൺ പോളാർ ഡൈഇലക്ട്രിക്കും പോളാർ ഡൈഇലക്ട്രിക്കും എക്സ്റ്റേണൽ ഫീൽഡിൽ വയ്ക്കുന്ന കാര്യം പറഞ്ഞു. ഒരു പോളാർ ഡൈഇലക്ട്രിക് ആയാലും നോൺ പോളാർ ഡൈഇലക്ട്രിക് ആയാലും എക്സ്റ്റേണൽ ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഫീൽഡിനനുസരിച്ച് അതിനകത്തുള്ള ഓരോ ഡൈപോളും അലൈൻ ചെയ്യും. അതിൻ്റെ അർത്ഥം ഈ ഡൈഇലക്ട്രിക് സ്ലാബിൻ്റെ ഒരു സൈഡ് നെഗറ്റീവാകും, ഒരു സൈഡ് പോസിറ്റീവാകും. അതിന് ഇടയ്ക്കുള്ള റീജിയണിൽ പോസിറ്റീവ് നെഗറ്റീവിൻ്റെ ടോട്ടൽ എഫക്റ്റ് 0 ആകും. അപ്പോൾ ഈ സ്ലാബിന് ഇപ്പോൾ ഒരു ഡൈപോൾ മൊമെൻറ്റ് കിട്ടി. ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട്, ഇപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് ദിശ ഇവിടെ നിന്നും ഇങ്ങോട്ട്. അപ്പോൾ എക്സ്റ്റേണൽ ഫീൽഡ് E0 എങ്ങോട്ടാണോ അങ്ങോട്ട് തന്നെയാണ് ഡൈപോൾ മൊമെൻറ്റിൻ്റെയും ഡിറക്ഷൻ. അപ്പോൾ പറഞ്ഞേക്കുന്നത്, വെദർ പോളാർ ഓർ നോൺ പോളാർ ദ ഡൈഇലക്ട്രിക് ഡെവലപ്സ് എ നെറ്റ് ഡൈപോൾ മൊമെൻറ്റ്. എപ്പോഴാണ്? ഒരു എക്സ്റ്റേണൽ ഫീൽഡിൽ വയ്ക്കുമ്പോൾ പോളാർ ആയാലും നോൺ പോളാർ ആയാലും ആ സ്ലാബിൽ ഒരു
നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ബാക്കി എഴുതിയിട്ടുണ്ട്. ഇൻ ദ പ്രസൻസ് ഓഫ് എക്സ്റ്റേണൽ ഫീൽഡ്, അതായത് എക്സ്റ്റേണൽ ഫീൽഡിൽ നമ്മളൊരു പോളാറിനെയോ നോൺ പോളാറിനെയോ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ സ്ലാബിന് ഒരു നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യും. ദ ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം ഈസ് കോൾഡ് പോളറൈസേഷൻ. എങ്കിൽ പോളറൈസേഷൻ എന്ന് പറയുന്നത് യൂണിറ്റ് വോളിയത്തിൽ ഉള്ള ഡൈപോൾ മൊമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് പോളറൈസേഷൻ. ആ പോളറൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്ത എക്സ്റ്റേണൽ ഫീൽഡിന് പ്രപ്പോർഷണലാണ്. അവിടെ നമ്മൾ ആ പ്രപ്പോർഷൻ സിമ്പിൾ മാറാൻ ഒരു കോൺസ്റ്റൻറ്റ് കൊടുത്തു. ആ കോൺസ്റ്റൻറ്റ് പേരാണ് ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി.